6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ റെഡിനെസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ചേഞ്ചസ് റോഡ് ബൈ അയൺ, നോൺ വയലൻസ്, വിസ്ഡം, പവർ എന്നീ പാഠങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടതും വികസിച്ചതും സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിലാണ്. ഇന്ത്യയിലെ ചില നദികളെ ചിത്രീകരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയാണ് ചുവടെ തന്നിരിക്കുന്നത്. നദികൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതെല്ലാം? വിച്ച് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ ഇൻഡസ്? ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. വേദകാലത്തെക്കുറിച്ച് വിവരങ്ങൾ അടങ്ങിയ ഫ്ലോ ചാർട്ട് ചുവടെ കൊടുക്കുന്നു. വേദകാലം 1500 മുതൽ 600 BC വരെ. ഋഗ്വേദകാലം 1500 മുതൽ 1000 BC വരെ. പിൽക്കാല വേദകാലം 1000 BC മുതൽ 600 BC വരെ. ഋഗ്വേദകാലത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഋഗ്വേദത്തിലും പിൽക്കാല വേദകാലത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിലുമാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതടത്തിലേക്ക് കുടിയേറിയ ജനവിഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആര്യന്മാർ. ആര്യന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? വേദങ്ങൾ. വേദങ്ങളിൽ പരാമർശിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം ഏതു പേരിൽ അറിയപ്പെടുന്നു? വേദകാലം. വേദകാലഘട്ടം എന്നു മുതൽ എന്നു വരെയാണ്? 1500 BC മുതൽ 600 BC വരെ. വേദകാലത്തെ എത്രയായി തരംതിരിക്കാം? ഏതെല്ലാം? വേദകാലത്തെ രണ്ടായി തരംതിരിക്കാം: ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം. വേദങ്ങൾ ഏതെല്ലാം? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഏറ്റവും ആദ്യം രചിച്ച വേദം ഏത്? ഋഗ്വേദം. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഋഗ്വേദ കാലഘട്ടം. ഋഗ്വേദ കാലഘട്ടം എന്നു മുതൽ എന്നു വരെയാണ്? 1500 BC മുതൽ 1000 BC വരെ. പിൽക്കാല വേദ കാലഘട്ടത്തിൽ രചിച്ച വേദങ്ങൾ ഏതെല്ലാം? സാമവേദം, അഥർവവേദം, യജുർവേദം. പിൽക്കാല വേദകാലം എന്നു മുതൽ എന്നു വരെയാണ്? 1000 BC മുതൽ 600 BC വരെ. വേദങ്ങൾ രചിച്ചത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. The people who migrated to the Indus Valley around 3500 years ago are known as Aryans. Which is the source of information about the Aryans? Vedas. The period in which human life existed as depicted in the Vedas is known as Vedic period. Vedic periods start from 1500 BC to 600 BC. How could we divide Vedic periods? Which are they? Rigvedic period, later Vedic period. Name the Vedas: Rigveda, Samaveda, Yajurveda, Atharvaveda. Which is the first written Veda? Rigveda. The period of human life described in the Rigveda is known as Rigvedic period. The Rigvedic period is from 1500 BC to 1000 BC. Which are the Vedas written during the later Vedic period? Samaveda, Atharvaveda, Yajurveda. Later Vedic period starts from 1000 BC to 600 BC. In which language were the Vedas composed? Sanskrit. പട്ടിക പൂർത്തിയാക്കൂ. ഋഗ്വേദ കാലത്തെ തൊഴിലുകൾ: കന്നുകാലി വളർത്തൽ, കൃഷി.
ഉപകരണങ്ങൾ: ചെമ്പ്, വെങ്കലം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഉപകരണങ്ങൾ. ആരാധനാമൂർത്തികൾ: ഇന്ദ്രൻ, വരുണൻ, അഗ്നി, അതിഥി, ഉഷസ്. പാത്രങ്ങൾ: ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ. Complete the table. Occupations during the Rigveda period: cattle rearing, agriculture. Tools: tools made up of copper and bronze. Gods: Indra, Varuna, Agni, Aditi, Ushas. Utensils: Greyware. ഹാരപ്പയിലെ ജനജീവിതവും വേദകാലത്തെ ജീവിതവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഹാരപ്പൻ സംസ്കാരം: ഉപകരണങ്ങൾ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവ. മുഖ്യ തൊഴിൽ കൃഷി. മറ്റ് തൊഴിലുകൾ ഇഷ്ടിക നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, തുണി നെയ്ത്ത്, കച്ചവടം. ഋഗ്വേദകാലം: ഉപകരണങ്ങൾ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവ. മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തൽ. മറ്റ് തൊഴിലുകൾ കൃഷി, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, ചിത്രത്തുന്നൽ, കൊത്തുപണി, വാസ്തുവിദ്യ, കച്ചവടം. Prepare a note comparing the life of people of Harappa and during the Veda period. Harappan civilization. Tools made with copper and bronze. Major occupation agriculture. Other occupation bricks making, pottery making, jewelry making, weaving, trade. Rigvedic period. Tools made with copper and bronze. Major occupation cattle rearing. Other occupation agriculture, pottery making, weaving, sculpting, architecture, trade, embroidery, jewelry making. ഋഗ്വേദ കാലത്തെയും പിൽക്കാല വേദകാലത്തെയും ചില പ്രത്യേകതകൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അവയെ പട്ടിക അനുസരിച്ച് തരം തിരിച്ചെഴുതുക. പ്രത്യേകതകൾ കൂട്ടുകാർ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുമല്ലോ. Following are some of the features of Rigveda and later Vedic period. Write them in the appropriate columns given overleaf. Read the features carefully. ഋഗ്വേദ കാലം: ബാർലി ആയിരുന്നു പ്രധാന കൃഷി. ഗോത്രത്തലവൻ രാജൻ എന്നറിയപ്പെട്ടിരുന്നു. ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചു. കാലി വളർത്തൽ ആയിരുന്നു മുഖ്യ തൊഴിൽ. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെ ആരാധിച്ചിരുന്നു. പിൽക്കാല വേദകാലം: സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയായിരുന്നു മുഖ്യ തൊഴിൽ. ചാരനിറത്തിലുള്ള ചായം തേച്ച മൺപാത്രങ്ങൾ ഉപയോഗിച്ചു. ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. Rigvedic period. Barley was the main crop. Chieftain of each tribe was called Rajan. The pottery used were grey in color. Main occupation was cattle rearing. Worshipped the gods, namely Indra, Varuna and Agni. Later Vedic period. Started settled life. Agriculture was the main occupation. Used grey painted pottery. Used tools made of iron. People were divided into 4 categories based on their occupation. ചിത്രത്തിൽ കാണുന്ന മഹാശിലകളുടെ പേരെഴുതുക. ചിത്രം 1 നാട്ടുകല്ല്, ചിത്രം 2 കുടക്കല്ല്. ഈ കാലഘട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? മഹാശിലാ സംസ്കാര കാലം. എന്തുകൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്? ഇരുമ്പ്. Write down the names of the megaliths given in the picture. Picture 1 നാട്ടുകല്ല്. Picture 2 കുടക്കല്ല്. This period is known as megalithic age. The tools used during the megaliths were made of iron.
ദക്ഷിണേന്ത്യയിലെ അഥവാ ആദ്യകാല തമിഴകത്തിലെ ഇരുമ്പുയുഗത്തെ മഹാശിലാ സംസ്കാരകാലം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിനു മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് മഹാശിലകൾ അഥവാ മെഗാലിത്സ്. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ തുടങ്ങി ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലം മഹാശിലാ സംസ്കാരകാലം എന്നറിയപ്പെടുന്നു. Why was the Iron Age of South India or ancient Tamilakam known as Megalithic Age? The megaliths are big stones of different shapes placed over graves in ancient Tamilakam. Remains of iron tools and implements, earthenware, grains and other objects used during that period have been found in such graves. These megaliths are evidences of the human life in ancient Tamilakam. Hence, the period is known as Megalithic Age. മഹാശിലാ സംസ്കാരകാലം ശിലായുഗത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയതും മൂർച്ചയുള്ളതുമായ കല്ലുകൾ ഉപയോഗിച്ചു. നവീന ശിലായുഗത്തിൽ മനുഷ്യർ അവശ്യ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളുടെ ശേഷിപ്പുകളിൽ നിന്നും ഈ കാലത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നു. മഹാശിലാ സംസ്കാര കാലം ഇരുമ്പുപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു. നെല്ല്, കുരുമുളക്, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കൃഷി ചെയ്തു. വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചു. പ്രതിഫലമായി സ്വർണം സ്വീകരിച്ചു. മഹാശിലകൾ, പഴന്തമിഴ് പാട്ടുകൾ എന്നിവയിൽ നിന്നും ഈ കാലത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നു. How does the megalithic age differ from the Stone Age? Stone Age. In Paleolithic age, rough stones were used as tools and weapons. In Neolithic age, smooth and sharp stones were used as tools and weapons. During the Neolithic age, humans began to cultivate essential foodstuffs. From the remains of weapons made of stone, we get information about this period. Megalithic age. Iron tools and weapons were used. Paddy, pepper and other spices were cultivated. Established trade relations with foreign countries and received gold as a reward. We get information about this period from the megaliths and Parantamil Pattugal or ancient Tamil songs. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നുമാണ് ആദ്യകാല തമിഴകത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രാചീന തമിഴകത്ത് മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് പാണ്ഡ്യരാജവംശം. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ പ്രാചീന തമിഴകത്ത് സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ നിലനിന്നിരുന്നു. ഈ കൂട്ടായ്മ സംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പഴന്തമിഴ് പാട്ടുകൾ സംഘകൃതികൾ എന്നും അറിയപ്പെട്ടു. സംഘകൃതികളിൽ പ്രധാനപ്പെട്ടവ പത്തുപ്പാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവയാണ്. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കിയാലോ? പ്രധാന സംഘകാല കൃതികൾ: പത്തുപ്പാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്. Complete the word web. Major works of സംഘം period: പത്തുപ്പാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങൾ ആയിരുന്നു. ഇവർ മൂവേന്തന്മാർ എന്ന് അറിയപ്പെട്ടു. ഈ മാപ്പ് ശ്രദ്ധിക്കൂ. തന്നിട്ടുള്ള രൂപരേഖ നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ദക്ഷിണേന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം പാണ്ഡ്യ രാജവംശം.
കിഴക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം ചോള രാജവംശം. പടിഞ്ഞാറൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം ചേര രാജവംശം. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശം ചേര രാജവംശം. Observe the map and complete the following table. The dynasty that ruled the southernmost region of South India, Pandya dynasty. The dynasty that ruled the eastern region, Chola dynasty. The dynasty that ruled the western region, Chera dynasty. The dynasty that ruled the region which included Kerala, Chera dynasty. പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. സംഘം കൃതികളിൽ നിന്നാണ് നമുക്ക് ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ പല സ്ഥലപ്പേരുകളും തിണകളുമായി ബന്ധപ്പെട്ടുള്ളവയാണ്. പാലക്കാട് പാല എന്ന തിണയുമായും മുല്ലശ്ശേരി മുല്ല എന്ന തിണയുമായും മരുതൂർ മരുതം എന്ന തിണയുമായും ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. പട്ടിക പൂർത്തിയാക്കുക. തിണകളും ഭൂമിശാസ്ത്ര സവിശേഷതകളും. കുറിഞ്ചി മലകൾ മലയോരങ്ങൾ. മുല്ല കാട് പുൽമേട്. പാല വരണ്ട പ്രദേശം. മരുതം വയൽ. നെയ്തൽ തീരപ്രദേശം. Complete the table suitably. Thinnais and its geographical features. Kurinchi hilly zones. Mullai jungles and grasslands. Palai dry land. Marudam agricultural fields. Neithal coastal zones. പിൽക്കാല വേദകാലത്ത് അതായത് BC 6-ാം നൂറ്റാണ്ടിൽ ആര്യന്മാർ ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു. ആര്യന്മാർ കന്നുകാലി വളർത്തലിൽ നിന്നും മാറി കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചു. ഇതോടെ ഗംഗാ സമതലത്തിൽ പുതിയ കാർഷിക മേഖല രൂപം കൊണ്ടു. ഈ കാർഷിക മേഖലകൾ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. അവയിൽ 16 എണ്ണം ശക്തി പ്രാപിച്ചു. ഇവ മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. മഹാജനപദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഗധ. 16 മഹാജനപദങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ തയ്യാറാക്കുക. മഹാജനപദങ്ങൾ: മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കംബോജം. Prepare the word web adding the Mahajanapadas. Mahajanapadas: Magadha, Anga, Vajji, Malla, Kashi, Valsa, Kosala, Chedi, Panjalam, Ashmaka, Avanti, Shurasena, Kuru, Malsya, Gandhara, Kamboja. മഗധയെ പ്രബല ശക്തിയായി മാറാൻ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരിക്കും? കുറിക്കൂ. ഇരുമ്പിൻ്റെ ലഭ്യത, വാണിജ്യരംഗത്തുണ്ടായ പുരോഗതി, കാർഷികോൽപാദനം, നഗരങ്ങളുടെ വളർച്ച. What were the factors that helped Magadha become a powerful kingdom? Large deposits of iron ore, progress of trade, agricultural production, growth of cities. BC 6-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ മൃഗബലി, ജാതിവ്യവസ്ഥ, സാമ്പത്തിക അസമത്വം തുടങ്ങിയ അനാചാരങ്ങൾ വ്യാപകമായിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരായി ഉയർന്നു വന്ന 2 മതങ്ങളാണ് ജൈനമതവും ബുദ്ധമതവും. ബുദ്ധമത സ്ഥാപകനായ ശ്രീബുദ്ധനും ജൈനമത പ്രചാരകനായ വർദ്ധമാന മഹാവീരനും ജനിച്ചത് രാജകൊട്ടാരങ്ങളിലാണെങ്കിലും സാധാരണ ജനങ്ങളുടെ കഷ്ടതകൾ അവരെ അസന്തുഷ്ടരും അസ്വസ്ഥരുമാക്കി. ശ്രീബുദ്ധൻ ജനിച്ചത് കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. സാധാരണക്കാരുടെ ഭാഷയായ പാലിയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ബീഹാറിലെ വൈശാലിയിലാണ്. ഇദ്ദേഹവും തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധാരണക്കാരുടെ ഭാഷയായ പ്രാകൃത് ആണ് ഉപയോഗിച്ചിരുന്നത്. വ്യാപകമായ മൃഗബലിയാണ് 2 പേരെയും അഹിംസ പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്.
ബുദ്ധമതവും ജൈനമതവും രൂപപ്പെടാൻ ഇടയായ സാഹചര്യങ്ങളേവ? സാധാരണ ജനങ്ങളുടെ കഷ്ടതകൾ, സമൂഹത്തിലെ അസമത്വങ്ങൾ, ജാതിവ്യവസ്ഥ, വ്യാപകമായ മൃഗബലി, സാമ്പത്തിക അസമത്വം. Write the circumstances that led to the formation of Buddhism and Jainism, the sufferings of the common people, inequalities in society, caste system, extensive animal sacrifice, economic inequality. പട്ടിക പൂർത്തിയാക്കൂ. ബുദ്ധമതം പ്രചരിപ്പിച്ച വ്യക്തി ഗൗതമ ബുദ്ധൻ. ഉപയോഗിച്ച ഭാഷ പാലി. ജനങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ: സാമൂഹിക അസമത്വത്തെ എതിർത്തത്, മൃഗബലിയെ എതിർത്തത്, പ്രാദേശിക ഭാഷ ഉപയോഗിച്ചത്. പ്രാധാന്യം നൽകിയ തത്വം അഹിംസ. ജൈനമതം പ്രചരിപ്പിച്ച വ്യക്തി വർദ്ധമാന മഹാവീരൻ. ഉപയോഗിച്ച ഭാഷ പ്രാകൃത്. ജനങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ: സാമൂഹിക അസമത്വത്തെ എതിർത്തത്, മൃഗബലിയെ എതിർത്തത്, പ്രാദേശിക ഭാഷ ഉപയോഗിച്ചത്. പ്രാധാന്യം നൽകിയ തത്വം അഹിംസ. കംപ്ലീറ്റ് ദ ടേബിൾ. ബുദ്ധിസം പ്രൊപ്പഗേറ്റഡ് ബൈ ഗൗതമ ബുദ്ധ. ലാംഗ്വേജ് യൂസ്ഡ് പാലി. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ: ഒപ്പോസ്ഡ് സോഷ്യൽ ഇനീക്വാലിറ്റി, ഒപ്പോസ്ഡ് അനിമൽ സാക്രിഫൈസ്, യൂസ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. Important principles: ahimsa or non-violence. Jainism propagated by Vardhamana Mahavira. Language used Prakrit. Factors that influenced people: opposed social inequality, opposed animal sacrifice, use of local language. Important principles: ahimsa or non-violence. തരം തിരിക്കാം, പട്ടികപ്പെടുത്താം. മതതത്വങ്ങളെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. മതതത്വങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വായിച്ച് മനസ്സിലാക്കുമല്ലോ. ക്ലാസിഫൈ ദ ഗിവൺ സെൻറ്റൻസസ് ആൻഡ് പ്ലേസ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. റീഡ് ദം കെയർഫുള്ളി. ബുദ്ധമത തത്വങ്ങൾ: ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ്: ഡിസയേഴ്സ് ആർ ദ സോൾ കോസ് ഓഫ് സോറോ. ഡിലീറ്റിംഗ് ഡിസയേഴ്സ് ക്യാൻ എലിമിനേറ്റ് സോറോസ്. ദ ഡിസയർ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ പെർഫോമിംഗ് അഷ്ടാംഗമാർഗം. The worldly life is full of sorrows. ജൈനമത തത്വങ്ങൾ: ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജൈൻ പ്രിൻസിപ്പിൾസ്: റൈറ്റ് വിസ്ഡം, ട്രൂ ഫെയ്ത്ത്, റൈറ്റ് ആക്ഷൻ. BC 261 അശോകൻ കലിംഗ രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധഭൂമിയിലെ ദാരുണമായ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൽ മനംമാറ്റമുണ്ടാക്കി. ഇനി മേലിൽ യുദ്ധം ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. സ്റ്റാമ്പ്, കറൻസി അഥവാ നോട്ട്, മുദ്രപത്രം, പോസ്റ്റ് കാർഡ് തുടങ്ങിയവയിൽ കാണുന്ന ദേശീയ മുദ്രയായ അശോകസ്തംഭം സാരാനാഥിലെ ഡിയർ പാർക്കിൽ സ്ഥാപിച്ചത് അശോക ചക്രവർത്തിയാണ്. അശോകസ്തംഭത്തിലെ ദേശീയ മുദ്രയിൽ സിംഹം, ആന, കുതിര, കാള എന്നീ മൃഗങ്ങളെ കാണാൻ കഴിയും. സത്യമേവ ജയതേ എന്ന് ദേശീയ മുദ്രയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ പതാകയിൽ അശോക ചക്രം കാണാം. അതിന് 24 ആരക്കാലുകളുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന വായനാക്കുറിപ്പ് വായിച്ചല്ലോ. അതിൽ നിന്ന് അശോകസ്തംഭവുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യൻ തയ്യാറാക്കാമോ? അശോകസ്തംഭം ദേശീയ മുദ്രയാണ്. സാരാനാഥിലാണ് അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. അശോക ചക്രവർത്തിയാണ് ഇത് സ്ഥാപിച്ചത്. അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. സിംഹങ്ങൾ, ആനകൾ, കുതിരകൾ, കാളകൾ എന്നീ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. സത്യമേവ ജയതേ എന്ന വാചകം അശോകസ്തംഭത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്.
ഇന്ത്യൻ ദേശീയ പതാകയിൽ അശോക ചക്രം കാണാം. ഇതിന് 24 ആരക്കാലുകളുണ്ട്. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, പോസ്റ്റ് കാർഡുകൾ, കറൻസി നോട്ടുകൾ എന്നിവയിൽ ദേശീയ ചിഹ്നം കാണാം. Did you read the description given above? Prepare a word web related to Ashoka Pillar. Ashoka Pillar, national emblem in Saranath, erected by Emperor Ashoka. The national emblem is taken from this pillar. Depicts lions, elephants, horses and bulls. Ashoka Chakra can be seen in our national flag. Ashoka Chakra has 24 spokes. Satyameva Jayate is engraved on Ashoka pillar. The national emblem can be found on stamps, coins, postcards and currency notes. അശോക ചക്രവർത്തി തൻ്റെ രാജ്യത്ത് ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി സമാധാനം നിലനിർത്താനായി സ്വീകരിച്ച നയമാണ് ധർമ്മം. ധർമ്മത്തിൻ്റെ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൂവിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന ഇതളുകൾ പൂർത്തീകരിക്കുക, ധമ്മം അഥവാ ധർമ്മം. എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, മൃഗബലി ഒഴിവാക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക. ധമ്മ or dharma, tolerance towards all religions, respect gurus or teachers, denounce animal sacrifice, kindness towards fellow beings, obey parents. മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്കു ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നുവന്ന രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ഗുപ്ത രാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തൻ അഥവാ ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ ഈ രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികാരികളായിരുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതർ നവരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവരിൽ ഒരാളായിരുന്നു കാളിദാസൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. നവരത്നങ്ങൾ: കാളിദാസൻ, ഘടകർപ്പരൻ, വരരുചി, ക്ഷപണകൻ, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശംഖു. നവരത്നാസ്: കാളിദാസൻ, ഘടകർപ്പര, വരരുചി, ക്ഷപണക, വരാഹമിഹിര, വേതാൾഭട്ട, ധന്വന്തരി, അമരസിംഹ, ശംഖു. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച പുരോഗതിയുണ്ടായി. ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും മികച്ച സംഭാവനകൾ നൽകപ്പെട്ടു. ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന ശ്രദ്ധേയരായ ചില വ്യക്തികളും അവർ പ്രശസ്തി നേടിയ മേഖലകളും വൃത്തത്തിൽ കൊടുത്തിരിക്കുന്നു. അവയെ താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിലേക്ക് ക്രമീകരിക്കുക. ആര്യഭട്ടൻ, ജ്യോതിശാസ്ത്രം ഓർ ആസ്ട്രോണമി, ഗണിതശാസ്ത്രം ഓർ മാത്തമാറ്റിക്സ്. കാളിദാസൻ, സാഹിത്യം ഓർ ലിറ്ററേച്ചർ. വരാഹമിഹിരൻ, ജ്യോതിശാസ്ത്രം ഓർ ആസ്ട്രോണമി. ഭാസ്കരാചാര്യർ, ഗണിതശാസ്ത്രം ഓർ മാത്തമാറ്റിക്സ്. ബ്രഹ്മഗുപ്തൻ, ജ്യോതിശാസ്ത്രം ഓർ ആസ്ട്രോണമി. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ മൗര്യ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക ജീവിതവുമായി താരതമ്യം ചെയ്ത് പട്ടികയിൽ രേഖപ്പെടുത്തുക. മൗര്യഭരണകാലം: വ്യാപാരം മെച്ചപ്പെട്ടു, കൃഷി അഭിവൃദ്ധി പ്രാപിക്കുകയും ഭരണാധികാരികൾ കാർഷിക പുരോഗതിക്കായി മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. ബുദ്ധമതവും ജൈനമതവും കൂടുതൽ പ്രചാരത്തിലായി. ഗുപ്ത ഭരണകാലം: വിദൂരദേശങ്ങളുമായുള്ള വ്യാപാരം കുറഞ്ഞു. രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായി നൽകി. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു. Compare the socio-economic life of the Gupta period with that of the Maurya period and complete the table given below.
Maurya period. Trade improved. Agriculture flourished and the rulers provided better irrigation facilities for the progress of agriculture. Social inequality based on Chaturvarnya. Buddhism and Jainism became more popular. Gupta period. Trade with distant lands declined. Lands were donated in large scale to priests and for shrines. Social inequality increased, declined the popularity of Buddhism and Jainism. Changes wrought by iron, non-violence, wisdom, power എന്നീ പാഠങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി ഓർമ്മ വന്നില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.